എമ്പുരാൻ സിനിമയ്ക്കെതിരെ വിമർശനവുമായി സിറോ മലബാർ സഭ. സിനിമയുടെ പ്രമേയം സഭയുടെ വിശ്വാസങ്ങൾക്കെതിരെന്ന് സിറോ മലബാർ സഭ കുറ്റപ്പെടുത്തി. കത്തോലിക്ക വിശ്വാസവുമായി ബന്ധപ്പെട്ട ചില അടയാളങ്ങളെ എമ്പുരാൻ അവഹേളിക്കുന്നുവെന്ന് സഭ ആരോപിക്കുകയും ചെയ്തു. മതചിഹ്നങ്ങളെ അവഹേളിക്കുന്നത് നല്ല പ്രവണതയല്ല. ഇത് ബോധപൂർവമാണെങ്കിൽ അംഗീകരിക്കാനാവില്ലെന്നും ഈ കാര്യത്തിൽ അണിയറ പ്രവർത്തകർ ജാഗ്രത കാണിക്കണമെന്നും സിറോ മലബാർ സഭ അറിയിക്കുകയും ചെയ്തു. മോഹൻലാലിന്റെ ഖേദപ്രകടനത്തെക്കുറിച്ചും സിറോ മലബാർ സഭ നിലപാട് വ്യക്തമാക്കി. മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ചപ്പോൾ ക്രൈസ്തവ വിശ്വാസികളുടെ വിഷമം എന്തുകൊണ്ട് കാണാതെ പോയി എന്നും നിലവിലെ സാഹചര്യം ആശങ്കയുളവാക്കുന്നുണ്ടെന്നും സിറോ മലബാർ സഭ അറിയിച്ചു. അണിയറ പ്രവർത്തകരാണ് ഇതിന് ഉത്തരം നൽകേണ്ടത്. വിനോദോപാധിയെ വിവാദോപാധിയാക്കരുതെന്നും സഭ കുറ്റപ്പെടുത്തി. അതേസമയം RSS മുഖപത്രം ഓർഗനൈസറിൽ വന്ന ലേഖനത്തോട് സിറോ മലബാർ സഭ പ്രതികരിച്ചിട്ടില്ല. രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടിനോട് പ്രതികരണമില്ല എന്നാണ് സഭ വ്യക്തമാക്കിയത്. സഭാവിശ്വാസികളെ ഇകഴ്ത്തി കാണിക്കുന്ന സിനിമകൾ തുടർച്ചയായി വരുന്നുണ്ടെന്നും ഇത് സഭയെ ആശങ്കപ്പെടുത്തുന്നുവെന്നും സഭ വിശദീകരിച്ചു. എമ്പുരാൻ സിനിമയ്ക്കെതിരെ കടുത്ത വിമർശനമാണ് RSS മുഖപത്രമായ ഓർഗനൈസർ ഉന്നയിച്ചത്. എമ്പുരാനിൽ ക്രിസ്ത്യൻ വിരുദ്ധ ആശയങ്ങളുണ്ടെന്ന് ഇന്നലെ ജിതിൻ ജേക്കബിന്റെ ലേഖനത്തിൽ എഴുതിയിരുന്നു. ക്രിസ്തീയ വിശ്വാസികളുടെ ആശയങ്ങൾക്കും വിശ്വാസങ്ങൾക്കും എതിരായിട്ടാണ് സിനിമ ഒരുക്കിയിരിക്കുന്നത് എന്നാണ് ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ച കാര്യം. ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനെയല്ലാതെ വേറെ ആരെ ആശ്രയിക്കാൻ എന്ന സംഭാഷണത്തെ ലേഖനത്തിൽ വിമർശിക്കുന്നുണ്ട്. ക്രിസ്തീയ വിശ്വാസത്തിൽ ദൈവപുത്രൻ മറ്റാരുമല്ല, ലോകത്തിന്റെ പാപങ്ങൾ വഹിച്ചുകൊണ്ട് മനുഷ്യരാശിയെ വീണ്ടെടുക്കാൻ കുരിശിൽ കയറിയ മിശിഹായായ യേശുക്രിസ്തുവാണ്. അപ്പോൾ എമ്പുരാന്റെ എഴുത്തുകാരന്റെ അഭിപ്രായത്തിൽ ക്രിസ്തു എന്ത് പാപം ചെയ്തു? ദൈവം അയച്ചതായി കരുതപ്പെടുന്ന ഈ കറുത്ത മാലാഖ ആരാണ്? ഏറ്റവും പ്രധാനമായി ഏത് ക്രിസ്തീയ തിരുവെഴുത്തിലാണ് ഈ ആശയം നിലനിൽക്കുന്നത് എന്നാണ് പുതിയ ലേഖനത്തിൽ ചോദിക്കുന്നത്. ഈ ലേഖനം സോഷ്യൽ മീഡിയയിൽ പല വിധത്തിൽ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ലേഖനത്തെ എതിർത്തും അനുകൂലിച്ചും ആളുകൾ രംഗത്ത് വന്നു. ഈ പശ്ചാത്തലത്തിൽ ലേഖനത്തിൽ കൂടുതൽ വിശദീകരണവുമായി ലേഖകൻ ജിതിൻ രംഗത്ത് വരികയും ചെയ്തു. സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് അദ്ദേഹം കൂടുതൽ വിശദീകരണം നൽകിയത്. സിനിമയിൽ ഏറ്റവും കൂടുതൽ അവഹേളിച്ചിരിക്കുന്നത് ക്രിസ്ത്യൻ വിശ്വാസങ്ങളെയാണെന്നാണ് ജിതിൻ വിശദീകരിക്കുന്നത്. എമ്പുരാൻ എന്ന പേര് തന്നെ ഒളിച്ചുകടത്തലാണ്. ക്രിസ്ത്യാനികൾ ദൈവത്തെ തമ്പുരാനെ എന്ന് വിളിച്ച് ദിവസവും പ്രാർത്ഥിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. പ്രധാനമായും ക്രിസ്ത്യൻ വിശ്വാസങ്ങളെ ഉദ്ദേശിച്ചുള്ളതാണ് പോസ്റ്റ് എന്നാണ് വിശദീകരിക്കുന്നത്. എന്തായാലും എമ്പുരാൻ സിനിമയ്ക്കെതിരെ കടുത്ത വിമർശനവുമായിട്ടാണ് ഇപ്പോൾ സിറോ മലബാർ സഭ രംഗത്തെത്തിയിരിക്കുന്നത്. സഭയുടെ വിശ്വാസങ്ങൾക്കെതിരാണ് സിനിമയുടെ പ്രമേയം എന്നാണ് സഭ കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. മതവിശ്വാസങ്ങളെ എമ്പുരാൻ അവഹേളിക്കുന്നുവെന്ന് പറഞ്ഞിരിക്കുന്നു. മതചിഹ്നങ്ങളെ അവഹേളിക്കുന്നത് നല്ല പ്രവണതയല്ല. ഇത് ബോധപൂർവമാണെങ്കിൽ അംഗീകരിക്കാനാവില്ല എന്നാണ് സഭ കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. അണിയറ പ്രവർത്തകർ ജാഗ്രത കാണിക്കണമെന്നാണ് സഭ അറിയിച്ചിരിക്കുന്നത്.